Guys, this is our bride. ഹലോ ഗൈസ്, അപ്പം നമുക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ മോസ്റ്റ് വെയിറ്റഡ് കല്യാണം കൂടാൻ പോയാലോ. അതെ ഗൈസ്, എൻ്റെ ഈ വ്ളോഗ് ജീവിതം തുടങ്ങിയത് ഈ കല്യാണത്തിൻ്റെ പർച്ചേസിങ് പേരും പറഞ്ഞിട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കല്യാണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസം മുമ്പെങ്കിലും തുടങ്ങേണ്ട ഷോപ്പിംഗ് കല്യാണത്തിന് അടുത്ത തറായപ്പോഴാണ് ഞാൻ ചെയ്ത് തീർത്തത്. ഓക്കെ ഗൈസ്, ലിവ് ഇറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മളിപ്പോൾ കല്യാണം കൂടാൻ പോവുകയാണ്. കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ നേരത്ത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന പോലെ ഓരോരോ ക്ലിപ്സും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചെരുപ്പിട്ടിട്ട് നേരെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ എൻ്റെ സാരിയുടെ ലെന്ത് കാരണം എനിക്ക് നേരെ പ്ലീറ്റ് പിടിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ആമ്പിള്ളാരോടൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്ലീറ്റ് ഒന്ന് പിടിച്ചു തരൂ. ഒരാളോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വന്നവനും പോയവനും എല്ലാം എൻ്റെ സാരിയുടെ പ്ലീറ്റേ പിടിക്കുമായിരുന്നു. ഈ ബസ്സിലിരുന്ന് എന്നെ കളിയൊക്കെയുള്ള സംസാരമായിരുന്നു. ആരും എന്നെ പൊക്കി പറഞ്ഞിട്ടില്ല. കാരണം ഞാനൊരു സെപ്റ്റം പിയേഴ്സിങ് പോലത്തെ സാധനം, അത് അഡ്ജസ്റ്റബിൾ ആയിട്ട്, അതായത് പിയേഴ്സിങ് ചെയ്യാത്ത ആൾക്കാർ ഇടുന്ന സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഞാൻ മുന്നേ തുടങ്ങിയതാണ്, ചിന്തിച്ചുകൊണ്ട് മാത്രം, പ്രവൃത്തിയിലില്ലായിരുന്നു. സോ ആ സാധനം ഇട്ടതിൻ്റെ പേരിൽ ഇവന്മാർ എന്നെ മൂക്കുകയറാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലായിരുന്നു. സോ വാട്ട് എവർ ഇറ്റ് ഈസ് ഗൈസ്, നമ്മളിപ്പോൾ അമ്പലത്തിലെത്തി, ഗ്രൂം വന്നു. ഇതാണ് മക്കളെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന മൊമെൻറ്റ്. നിതിൻ ചേട്ടൻ അവളുടെ കഴുത്തിലെ താലി കെട്ടുന്ന ടൈമുണ്ടല്ലോ, ഓ മറ്റേ പാട്ടൊക്കെ ഇല്ലേ, ആ പാട്ടൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയി മക്കളെ. അതിനുശേഷം നമ്മളിതേ ഇപ്പം നേരെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഓഡിറ്റോറിയത്തിലാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു, ഗ്രൂം വെൽക്കം ചെയ്യുന്നത്. എൻ്റെ മോനെ അതുകൂടെ കണ്ടപ്പോൾ ശരിക്കും എനിക്കത് കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, കല്യാണം കഴിക്കുന്നതൊക്കെ 2 ദിവസത്തേക്കുള്ള പുതുമയൊക്കെ. പക്ഷെ അത്രയും സ്നേഹിച്ച് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അത് ലൈഫ് ലോങ് നിൽക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ബ്രൈഡും ഗ്രൂമും നമ്മുടെ കൂടെ സദ്യക്ക്. മിതു, ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഈ കല്യാണത്തിൻ്റെ സദ്യ ഭയങ്കരമായിട്ട് കഴിക്കണം. പക്ഷേ ആ മൊമെൻറ്റിൽ എനിക്ക് കഴിക്കാനായിട്ട് തോന്നിയില്ല. എൻ്റെ മനസ്സ് നിറഞ്ഞുകൊണ്ടായിരിക്കണം. സോ കല്യാണമൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു വന്നു. ഇതായിരുന്നു ലാസ്റ്റ്. കല്യാണത്തിന് പോയ പോലെയല്ല തിരിച്ചു വന്നത്. പോയപ്പോൾ മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് പോയ സാരിയൊക്കെ ഞാൻ തിരിച്ചു വന്നപ്പോൾ മടക്കി കുത്തിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കല്യാണ വിശേഷങ്ങൾ. ടാറ്റാ.